ബി.ജെ.പിക്ക് വീണ്ടും കരുത്ത് കൂടുന്നു, ഭൂരിപക്ഷം ബി.ജെ.പിക്ക് വീണ്ടും കൂടുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ ബി.ജെ.പി ഈ അടുത്ത കാലത്താണ് ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുള്ളത്. ആ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് YSRCP എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം വളരെ വലിയൊരു കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ YSRCP പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു MP വീണ്ടും YSRCPയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നു, BJPയിൽ ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെ വലിയൊരു തിരിച്ചടിയാണ്. കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ YSRCP BJPക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒപ്പം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ സഖ്യത്തിനൊപ്പമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ BJPക്ക് വീണ്ടും ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിലൂടെ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഈ പറയുന്ന കരുത്ത് ചോർന്നു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അതായത് YSR കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു തിരിച്ചടിയായിക്കൊണ്ട് പാർട്ടിയുടെ രാജ്യസഭാംഗം രാധാകൃഷ്ണയ്യ ഉപരിസഭയിലെ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചതായി പാർലമെന്ററി വിജ്ഞാപനം അറിയിച്ചിരിക്കുന്നു. വിജ്ഞാപനമനുസരിച്ച് ചെയർമാൻ ജഗദീപ് ധക്കറിന് രാജിക്കത്ത് സമർപ്പിച്ചുവെന്നും അറിയാൻ സാധിച്ചിരിക്കുന്നു. വിവിധ OBC വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത ശേഷമാണ് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് കൃഷ്ണയ്യ പറഞ്ഞിരിക്കുകയാണ്. YSR കോൺഗ്രസ് പാർട്ടിക്ക് ഇത് വളരെ വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധ OBC ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷമാണ് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയായിരുന്നു. OBC സമുദായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ഞാൻ പ്രവർത്തിക്കുമെന്നും തന്റെ ഭാവി രാഷ്ട്രീയ പദ്ധതികൾ വെളിപ്പെടുത്താതെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ രാജിവെച്ച YSRCPയുടെ മൂന്നാമത്തെ രാജ്യസഭാംഗമാണ് കൃഷ്ണയ്യ. മറ്റ് രണ്ട് പേര് മോപിദേവി വെങ്കിട്ടരമണയും ബീത മസ്താൻ റാവുവും ആഗസ്റ്റ് 29 പാർട്ടിയിൽ നിന്നും MP സീറ്റിൽ നിന്നും രാജിവെച്ചിരുന്നു. അതേസമയം കൃഷ്ണയ്യ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. 1-2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നും BJPയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും തന്നെയാണ് സംഭവവികാസവുമായി പരിചയമുള്ളവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മറ്റ് രണ്ട് MPമാരായ വെങ്കിട്ടരമണയും മസ്താൻ റാവുവും ഉടൻ ഭരണകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കൃഷ്ണയ്യ രാജിവെച്ചതോടെ രാജ്യസഭയിൽ YSRCPയുടെ അംഗബലം 11-ൽ നിന്ന് 8 കുറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെ വലിയ ഒരു തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലും വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഭൂരിപക്ഷം തയ്ക്കാൻ സാധിച്ച BJPക്ക് വീണ്ടും ആ ഭൂരിപക്ഷം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. YSRCPയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും രാജികൾ ഈ പറയുന്ന പാർട്ടിയിൽ നിന്നും തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ള തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാർട്ടി എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള MPമാർ ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തലത്തിലേക്കോ അല്ലെങ്കിൽ NDA സഖ്യത്തിലേക്ക് എത്തുന്ന തലത്തിലേക്കോ കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്.